ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ജൂലൈ 29 വിശുദ്ധ കുർബാന മധ്യയുള്ള വായനയ്ക്കായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വചനഭാഗങ്ങൾ എഫേസോസുകാർക്കുള്ള ലേഖനം 1-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നത്തെ വചന വിചിന്തനം എഫേസോസുകാർക്കുള്ള ലേഖനത്തിന് 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നാം ഇപ്രകാരം വായിക്കുന്നു: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പരിപൂർണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. എഫേസോസിലെ ക്രിസ്തുവിൻ്റെ അനുയായികൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിപൂർണമായ അറിവിലേക്ക് നയിക്കപ്പെടണം എന്ന് വിശുദ്ധ പൗലോസ്ലീഹ ഇവിടെ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി ഈ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിപൂർണമായ അറിവ് ലഭിക്കുവാനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ പ്രദാനം ചെയ്തുകൊണ്ട് അത് നൽകുന്നു. അതായത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിപൂർണമായ അറിവുണ്ടാകണം. എന്നാൽ ഈ അറിവിൻ്റെ ഉറവിടമാകട്ടെ ക്രിസ്തു തന്നെയും. ദൈവം തന്നെയാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ ഉറവിടവും. ഇനി നമുക്ക് സുവിശേഷ ഭാഗത്തേക്ക് കടന്നു വരാം. അവിടെ 8-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ കർത്താവ് ചോദിക്കുന്നു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? 29-ാം വാക്യത്തിൽ ചോദിക്കുന്നു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ക്രിസ്തു തൻ്റെ പ്രബോധനങ്ങൾ വഴി, അടയാളങ്ങൾ വഴി, അത്ഭുതങ്ങൾ വഴി തന്നെ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി ആ വെളിപാട് തൻ്റെ ജനങ്ങൾ പരിപൂർണമാവിധം, ഇല്ലെങ്കിൽ തന്നെ അനുഗമിക്കുന്ന തൻ്റെ ശിഷ്യർ പരിപൂർണമാവിധം മനസ്സിലാക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതിനാൽ അവിടുന്ന് ഈ ചോദ്യം ചോദിക്കുന്നു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ ഒരു ചിന്തയോടുകൂടെ നമുക്കിതിൻ്റെ ആദ്യ ഭാഗമായ അന്ധനെ സുഖപ്പെടുത്തുന്ന സംഭവത്തെ നോക്കിക്കാണാം. അവിടെ അന്ധനുമായി കുറച്ച് പേർ വരുന്നു. ആ അന്ധനെ ഈശോ കൈക്ക് പിടിച്ച് ഗ്രാമത്തിൻ്റെ വെളിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഘട്ടം ഘട്ടമായി അവനെ സുഖപ്പെടുത്തുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അന്ധന്മാരെ സുഖപ്പെടുത്തുന്ന സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ചിലപ്പോൾ ക്ഷണത്തിൽ അവിടെ ആയിരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ സുഖപ്പെടുത്തുന്നു. ചിലപ്പോൾ അവർ ഈശോയെ വീട് വരെ അനുഗമിച്ച ശേഷം സുഖപ്പെടുത്തുന്നു. ഇല്ലെങ്കിൽ ഇതുപോലെ ഗ്രാമത്തിന് വെളിയിൽ കൊണ്ടുപോയി സുഖപ്പെടുത്തുന്നു. ചിലരെ ഒറ്റ സ്പർശം കൊണ്ട് സുഖപ്പെടുത്തുന്നു, എന്നാൽ ചിലരെ ഘട്ടം ഘട്ടമായി സുഖപ്പെടുത്തുന്നു. എന്നാൽ ചിലർ സുഖപ്പെട്ട ശേഷമാകട്ടെ ചിലർ ഈശോയെ അനുഗമിക്കുന്നു. എന്നാൽ ഇവിടെ ഈശോ അവനെ താനായിരുന്ന ഗ്രാമത്തിലേക്ക് സാക്ഷ്യത്തിനായിട്ട് പറഞ്ഞയക്കുന്നു. അതായത് ഈശോ ഒരത്ഭുതം പ്രവർത്തിക്കുന്നത് വഴി, ഇല്ലെങ്കിൽ ഇവിടെ അന്ധന് സൗഖ്യം നൽകുന്നത് വഴി ഈശോയുടെ ഉദ്ദേശം ഒരു ശാരീരിക സൗഖ്യം മാത്രമല്ല, കണ്ണുകൾക്ക് കാഴ്ച നൽകുക അല്ല, മറിച്ച് കണ്ണുകൾക്ക് കാഴ്ച നൽകിയവനെ അറിയാനുള്ള ഉൾക്കാഴ്ച ലഭിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സംഭവങ്ങൾക്ക് ശേഷം ഈശോ ചോദിക്കുക, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അപ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ ലേഖനം തുടർന്ന് വരുമ്പോൾ അവിടെ പൗലോസ്ലീഹ തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ പരിമിതി നിമിത്തം സംഭവിക്കുന്ന പല കാര്യങ്ങളും നാം അനുദിനം കേൾക്കാറുണ്ട്. നാം ഒരുപക്ഷെ അവയ്ക്കെതിരെയുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്, പ്രകടിപ്പിക്കാറുണ്ട്, കമൻറ്റ് ബോക്സിൽ എഴുതാറുണ്ട്. നമ്മളുടെ എതിരഭിപ്രായം പ്രകടിപ്പിക്കുന്നത് കൊണ്ട് മാത്രം ഈ അറിവിൻ്റെ പരിമിതി പരിഹരിക്കപ്പെടും എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കുക, നമ്മൾ അന്ധന്മാരെ നയിക്കുന്ന മറ്റൊരു അന്ധൻ മാത്രമാണ്. കാരണം ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ പരിമിതി ക്രിസ്തുവിനാൽ മാത്രമേ പരിഹരിക്കപ്പെടുകയുള്ളൂ. ആയതിനാൽ നമുക്കും പൗലോസ്ലീഹ ചെയ്തതുപോലെ തന്നെ ആരിൽ ഈ കുറവ് കാണുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വളരെ വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർക്ക്, നമ്മുടെ ജീവിത പങ്കാളികൾ, മക്കൾക്ക് വേണ്ടി, ഇല്ലെങ്കിൽ നാമുമായി വളരെ ബന്ധപ്പെടുന്നവർക്ക് വേണ്ടി, നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ സഭയ്ക്ക് വേണ്ടി നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയെക്കുറിച്ചുള്ള പരിപൂർണമായ അറിവിലേക്ക് ഞങ്ങളെ ഏവരെയും നയിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.